ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ കുടുംബത്തിന് നിക്ഷേപത്തുക തിരിച്ചു നൽകി 15 ലക്ഷം രൂപയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകിയത്. ഇതിനിടെ സാബു തോമസിനെ അധിക്ഷേപിച്ച് CPM നേതാവ് MM മണി രംഗത്തെത്തി. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നാണ് മണിയുടെ പരാമർശം. മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ ഈ പാവപാട് ഞങ്ങളുടെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിലോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് PR സജിക്കോ ഒരു പങ്കുമില്ല. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ. അദ്ദേഹത്തെ ഡെപ്പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും രാഹുൽ വിജയൻ ചെയ്തു. രാഹുൽ അത് കേട്ട് ചിരിച്ചോണ്ട് ആ സ്റ്റേജിൽ കുറച്ച് ഇരിപ്പുണ്ട്. അത് പോട്ടെ രാഹുൽ, ഇത് ആയുഷ്കാലത്തിന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ട് ഈ പറഞ്ഞ അവരെ വിശ്വസിച്ച് സൊസൈറ്റിയിലിട്ട് അത് ചോദിക്കാൻ പോകുമ്പോഴേക്കും അസഭ്യവും ആട്ടിയിറക്കലും ഉണ്ടാകുമ്പോൾ മാനസിക സംഘർഷം സ്വാഭാവികം ആർക്കും ഉണ്ടാകും. അതാകുമല്ലേ ആശാൻ ഉദ്ദേശിക്കുന്നത്? ഹാഷ്മി, എന്താ മണിയാശാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് മണിയാശാന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ, അല്ലെങ്കിൽ അറിയത്തുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഈ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPM അടിമുടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിനിടയിൽ ഒരു നയവിശദീകരണ യോഗം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചതാണ്. അതായത് തങ്ങൾക്ക് ഈ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഏൽക്കില്ല, അല്ലെങ്കിൽ തങ്ങൾ കുറ്റക്കാരല്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം വിളിച്ചു. അവിടെയാണ് MM മണിയുടെ അധിക്ഷേപ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാബുവിന് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് സാബുവിന്റെ കുടുംബത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ സാബു അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കുടുംബത്തോടൊന്ന് ചോദിക്കണമെന്നാണ് MM മണി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല CPM പൂർണ്ണമായിട്ടും VR സജിയെയും അതുപോലെ തന്നെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാട് കൂടിയും ഈ നയവിശദീകരണ യോഗത്തിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും വിധത്തിൽ ആ കുടുംബത്തോട് എന്തെങ്കിലും തരത്തിലുള്ള അനുകമ്പ CPMന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും അതിനു മുമ്പ് സാബു ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന, സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്ന 14,59,940 രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. പലിശ സഹിതമാണ് ഈ തുക കൈമാറിയതെന്ന് ബാങ്ക് ഭരണസമിതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 14,59,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് സാബു മരിക്കുന്നതിന് തലേദിവസം ചോദിച്ചത്. ആ തുക കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സാബു ഈ ലോകത്ത് ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് തയ്യാറാകാതെ ഈ പണം അവിടെ പിടിച്ചു വെക്കുകയും സാബുവിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള അധിക്ഷേപം ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഇത്തരം പരാമർശങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പണം കൊടുത്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. ഇതിനിടെ സൊസൈറ്റി ജീവനക്കാരായ 3 പേർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ഇതുവരെ പോലീസ് പോയിട്ടില്ല. മാത്രമല്ല സാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ VR സജിക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. VR സജിക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ ആരോപണ വിധേയരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് കുടുംബം വീണ്ടും വീണ്ടും ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതിനിടയിലാണ് ചില നയവിശദീകരണ യോഗത്തിലെ പരാമർശങ്ങൾ കൂടി പുറത്തുവരുന്നത്. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തോ മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. മണിയാശാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം കേൾക്കുന്നതുകൊണ്ട് മനസ്സിലാവും. പക്ഷേ മാനസിക സംഘർഷം ഉണ്ടാവും. അതിന് കാരണം ആയുഷ്കാലത്തിൻ്റെ ഈ പറഞ്ഞ സമ്പാദ്യം മൊത്തം, കഷ്ടപ്പെട്ട പൈസ മൊത്തം കൊണ്ട് വിശ്വസിച്ച് സൊസൈറ്റിയിൽ ഇടുകയും അത് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ തെറി വിളിക്കുകയും ചെയ്താൽ ആർക്കായാലും മാനസിക സംഘർഷം ഉണ്ടാവും. ഇനി അതാകുമോ മണിയാശാൻ ഉദ്ദേശിച്ചൊന്നും അറിയില്ല.